ഹലോ നമസ്കാരം. ജാനമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം റിലീസാവുന്നതിന് മുന്നേ നമ്മൾ സുഷിൻ ശ്യാം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, മഞ്ഞുമൽ മലയാള ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റും എന്നത്. അതങ്ങ് മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ചിത്രം റിലീസായി 12-ാം ദിവസം പിന്നിടുമ്പോൾ കേരളത്തിലെ തന്നെ 4-മത്തെ 100 കോടിയിൽ ഇടം പിടിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനിയും കൂടാനാണ് ചാൻസ്. ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ തന്നെ കളക്ഷനിൽ പുതിയൊരു റെക്കോർഡും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയുടെ കളക്ഷനിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ ചിത്രം റിലീസിന് എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ തെലുങ്ക് ഡബ്ബിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. മാർച്ച് 15-ന് തെലുങ്ക് ഭാഷകളിലും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തിയേറ്റർ റിലീസിനെത്തും എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു റിയൽ സ്റ്റോറി ചിത്രം ഈ ഒരു വർഷത്തിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം യാത്ര പോയതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്നാലും കൊടൈക്കനാലിൽ ആ ടൂറിസ്റ്റ് പ്ലേസായ ഗുണ കേവിൻ്റെ ഇത്രയും വലിയൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് അറിയാൻ സാധിച്ചത്. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. കൂടുതൽ അപ്ഡേറ്റുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.